എത്ര വലിയ തിരിച്ചടിയായിട്ടാണ് ആശുപത്രി ഉടമകൾക്ക് മേൽ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയ അസുഖമോ ഇല്ലെങ്കിൽ ഒരു സർജറിയോ എത്ര ഭീമമായ തുകയാണ് ഈടാക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ആളുകൾക്ക് അടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പല രീതിയിലുള്ള വാർത്തകളും വരുന്നതാണ്. അപ്പം അവർ ആ തിരിച്ചടി എങ്ങനെ ഡീൽ ചെയ്യുന്നതാണ്, ഏത് തരത്തിൽ ഇത് നടപ്പാക്കുമെന്നാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? ധന്യ, ഒരു മാസത്തിനകം തന്നെ ഈ ഉത്തരവ് ലഭിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കംപ്ലയൻസ് ഫയൽ ചെയ്യണം എന്നതാണ്. അതായത് ഒരു മാസത്തിനകം ഈ ഉത്തരവ് പാലിച്ച ആശുപത്രികൾ ആ രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കോടതി പറയുന്നുണ്ട്. അതല്ലാത്ത ഏതെങ്കിലും ആശുപത്രികൾ ആ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവരുടെ ആശുപത്രിയുടെ രജിസ്ട്രേഷൻ, ലൈസൻസ് ഉൾപ്പെടെയുള്ളവ കട്ട് ചെയ്യാനും റദ്ദാക്കാനും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. സിവിൽ, ക്രിമിനൽ നിയമ നടപടികൾ അവർക്കെതിരെ, അത്തരം ആശുപത്രികൾക്കെതിരെ സ്വീകരിക്കും. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഫൈൻ ഉൾപ്പെടെ വലിയ തോതിലുള്ള പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് പോകാം. മാത്രമല്ല, ഇങ്ങനെ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്തരവ് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സർക്കാർ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ അടുത്ത ഒരു മാസത്തേക്ക് അവബോധം നൽകുന്നതിന് വേണ്ടി ക്യാമ്പയിനുകൾ, ആ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കാനുള്ള ഒരു പൗരന്റെ, ശരാശരി ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശം സംബന്ധിച്ച്, അല്ലെങ്കിൽ ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു മിനിമം ധാരണ വേണം. അതിൽ സർക്കാർ തന്നെ ഒരു മാസത്തോളം ക്യാമ്പയിൻ നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഏത് തരത്തിലാണ് ആളുകൾക്ക് പരാതിപ്പെടാൻ സാധിക്കുക? എവിടെയാണ് ഇതിന്റെ പരാതി നൽകേണ്ടത്? ഈ ഉത്തരവിൽ തന്നെ കോടതി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. 5 ഗൈഡ് ലൈൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, അത് കംപ്ലീറ്റ് ആയില്ല. അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടാവട്ടെ, ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടാവട്ടെ, ആശുപത്രിയിലെ ഡോക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ലാബ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, എന്ത് തരത്തിലും ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ ഓരോ ആശുപത്രിയിലും ഒരു പരാതി പരിഹാര ഓഫീസറെ നിയോഗിക്കണം. 7 ദിവസത്തിനകം ഈ പരാതി പരിഹരിക്കപ്പെടണം. അല്ലെങ്കിൽ ഈ പരാതി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് അത് കൈമാറണം. പരാതിയുടെ വിശദാംശങ്ങൾ, ഗൗരവ സ്വഭാവത്തിലുള്ള മറ്റു വിശദാംശങ്ങൾ പരാതി നൽകിയ ഉടനെ തന്നെ പരാതിക്കാരന് ഇന്ന പരാതി ഇന്ന റെഫറൻസ് നമ്പറിൽ ലഭിച്ചു എന്നത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ കൂടി ആ പരാതിക്കാരന് അപ്പോൾ തന്നെ കൈമാറണം. പരാതി കൈപ്പറ്റിയ റെസിപ്റ്റ് കൈമാറണമെന്ന് കോടതി കൃത്യമായി തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ട് അത് ഒരു തരത്തിൽ ചീറ്റിംഗ് പോലെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സേവനങ്ങളൊന്നും ലഭ്യമാകാത്ത, ഒരു വിവരങ്ങൾ അവിടുത്തെ റിസപ്ഷനിലോ വെബ്സൈറ്റിലോ നൽകാത്ത അത്തരം ആശുപത്രികൾക്കെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകാം. ഗുരുതരമായ സ്വഭാവത്തിലുള്ള ചീറ്റിംഗോ മറ്റു വിഷയങ്ങളോ നിർണായകമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി ആശുപത്രികൾക്ക് നൽകിയിരിക്കുന്നത്.